നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അധികം ആലോചിക്കാതെ തന്നെ പലരും ഉത്തരം പറയും. അത് ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളകളിലാണെന്ന്. വിദ്യാലയമുറ്റത്തെ വലിയ മരത്തണലിലിരുന്നും ക്ലാസ് മുറികളിലെ ഡെസ്കുകൾക്ക് ചുറ്റുമിരുന്നും കൂട്ടുകാർക്കൊപ്പം പങ്കിട്ട് കഴിച്ച ആ ഭക്ഷണത്തിന് ലോകത്തെ ഏത് പഞ്ചനക്ഷത്ര വിഭവങ്ങളെക്കാൾ രുചിയുണ്ടാകും. അതിൽ ശുദ്ധമായ സന്തോഷത്തിന്റെ നേർചിത്രമാണ് നടുവട്ടം GJHSS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ ഷിഫയുടെ ഡയറിക്കുറിപ്പിലൂടെ ഞാൻ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ച ഈ കുറിപ്പ് ഇന്ന് കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ്. അന്നത്തെ ദിവസം അത്ര സുഖകരമായ ഒന്നായിട്ടായിരുന്നില്ല തുടങ്ങിയത്. വൈകി ഉണർന്നതും ധൃതിയിൽ ഒരുങ്ങി സ്കൂളിലേക്ക് ഓടിയതും എല്ലാം ഒരു സാധാരണ കുട്ടിയുടെ രാവിലെകളിലെ വെപ്രാളങ്ങളാണ്. എന്നാൽ സ്കൂളിലെത്തിയ ഫാത്തിമയെ കാത്തിരുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു. അന്ന് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് കുഴിമന്തിയാണെന്ന് വാർത്തയായിരുന്നു അത്. ഒരു 5ാം ക്ലാസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നിന്ന് മന്തി ലഭിക്കുക എന്നത് സ്വപ്നതുല്യമായ കാര്യമാണ്. പയറും ചോറും തോരനും ശീലിച്ച വിദ്യാലയ അടുക്കളയിൽ നിന്നും മന്തിയുടെ ഗന്ധമുയരുമ്പോൾ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആവേശം വിവരണാതീതമാണ്. ഭക്ഷണത്തിനായി വരി നിൽക്കുമ്പോൾ തന്നെ ആ സുഗന്ധം തങ്ങളെ ആകർഷിച്ചു. മയണൈസ് ഇല്ലാത്തതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും മന്തിയുടെ രുചി അതിനെയെല്ലാം മറികടന്നു എന്ന് ഫാത്തിമ തന്റെ ഡയറിയിൽ കുറിക്കുന്നുണ്ട്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന രുചി എന്ന ഫാത്തിമയുടെ പ്രയോഗം ആ ഭക്ഷണത്തിന്റെ ഗുണമേന്മയേക്കാൾ ഉപരിയായി ആ കുഞ്ഞിന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികൾ അവരുടെ ദൈനംദിന അനുഭവങ്ങൾ ഡയറിയിൽ കുറിക്കുന്നത് ഒരു മികച്ച ശീലമാണ്. ഫാത്തിമയുടെ കുറിപ്പിനെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്, ഇത്തരം കൊച്ചു കൊച്ചു അനുഭവങ്ങളാണ് കുട്ടികളുടെ സർഗാത്മകതയെയും എഴുത്തുശീലത്തെയും വളർത്തുന്നത് എന്നാണ്. ഒരു കുട്ടിക്ക് കിട്ടിയ വലിയൊരു സന്തോഷത്തെ വാക്കുകളിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഭാഷയും ഭാവനയും ഒരേപോലെ വികസിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾ വായനയിൽ നിന്നും എഴുത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന പരാതി വ്യാപകമാണ്. എന്നാൽ ഫാത്തിമയെ പോലെയുള്ള കുട്ടികൾ ഇത്തരം ലളിതമായ വരികളിലൂടെ ആ ധാരണയെ തിരുത്തുന്നുമുണ്ട്. ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ചും അത് വിളമ്പിയ രീതിയെക്കുറിച്ചും വിവരിക്കുമ്പോൾ അവളിലെ നിരീക്ഷകയും എഴുത്തുകാരെയും ഒരുപോലെ ഉണർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട്. സ്കൂൾ ജീവിതത്തിലെ ഇത്തരം നിമിഷങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് ഭാവിയിൽ അവർക്ക് വലിയൊരു സമ്പാദ്യമായി മാറുമെന്നതിൽ തർക്കമില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉച്ചഭക്ഷണ പദ്ധതി. കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കുക എന്നതിലുപരി ജാതി മത സാമ്പത്തിക ഭേദമന്യേ എല്ലാവരും ഒരേ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വലിയൊരു സാമൂഹിക പാഠമാണ്. നടുവട്ടം സ്കൂളിലെ അധ്യാപകരും PTA ചേർന്ന് കുട്ടികൾക്കായി ഇത്തരമൊരു സ്പെഷ്യൽ മന്തി ഒരുക്കിയത് വലിയൊരു കാര്യമായാണ് പറയുന്നത്. സ്കൂൾ എന്നത് വെറും പഠനശാല മാത്രമല്ല, ആ കുട്ടികളുടെ വീട് പോലെ തന്നെ അവർക്ക് പ്രിയപ്പെട്ട ഇടമായി മാറണം. ഫാത്തിമ തന്റെ ഡയറിയിൽ എഴുതിയതുപോലെ സ്കൂളിൽ നിന്നും ആദ്യമായാണ് ഇത്രയും പ്രത്യേകതയുള്ള ഭക്ഷണം ലഭിക്കുന്നത് എന്ന വരികൾ അധ്യാപകർക്കും അധികാരികൾക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. കുട്ടികളുടെ സന്തോഷത്തിനായി ഇത്തരം വേറിട്ട വഴികൾ തേടുന്നത് അവരെ വിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. ഭക്ഷണത്തിന്റെ രുചിയേക്കാൾ വലുതാണ് അത് വിളമ്പുന്ന സ്നേഹമെന്ന് മന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എടുത്തു പറയുന്നുമുണ്ട്. ഫാത്തിമയുടെ കുറിപ്പിലും ആ സ്നേഹം പ്രകടമാണ്. കൂട്ടുകാർക്കൊപ്പം വരി നിന്നതും മന്തിയുടെ മണം ആസ്വദിച്ചതും ഒപ്പമിരുന്ന് കഴിച്ചതുമെല്ലാം സൗഹൃദത്തിന്റെ ആഴം കൂട്ടുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കാൾ സ്കൂളിലെ ഭക്ഷണത്തിന് രുചി കൂടുന്നത് അത് പങ്കുവെക്കലിലൂടെ ലഭിക്കുന്നത് കൊണ്ടാണ്. തന്റെ കൂട്ടുകാരിൽ ഒരാൾക്ക് ഭക്ഷണം തികയാതെ വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും കഴിക്കാതിരുന്നാലോ സങ്കടപ്പെടുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം ഉച്ചഭക്ഷണ വേളകൾ സഹായിക്കുന്നുമുണ്ട്. ഫാത്തിമയുടെ ഡയറിയിലെ വരികൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഇത്തരം ഒരു വലിയ ലോകവീക്ഷണമാണ്. ഫാത്തിമ ഷിഫ എന്ന 5ാം ക്ലാസ്സുകാരി ഇന്ന് കേരളത്തിന്റെ ഒരു പ്രിയപ്പെട്ട കുട്ടിയായി മാറിയിരിക്കുന്നു. അവളുടെ നിഷ്കളങ്കമായ വരികൾ നമുക്ക് വലിയൊരു പാഠമാണ് സമ്മാനിക്കുന്നത്. സന്തോഷം എന്നത് വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, ഒരു നേരത്തെ നല്ല ഭക്ഷണത്തിലും അത് പങ്കുവയ്ക്കാൻ കൂടെയുള്ള നല്ല കൂട്ടുകാരിലുമാണ് അടങ്ങിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ കുറിപ്പ് ലോകത്തെ അറിയിച്ചതിലൂടെ ഫാത്തിമയ്ക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു വലിയ പ്രചോദനമാണ് നൽകിയിരിക്കുന്നത്.